നേതാക്കന്മാരുടെ പേര് വെച്ചുകൊണ്ട് തന്നെ സ്മാരകങ്ങള് അതുപോലുള്ള വിദ്യാലയങ്ങൾക്ക് നാമകരണം നടത്തും. അത്രയും വേണോ? വേണം, കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. പത്തനംതിട്ടയിലെ അടൂരിലെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ തന്തയ്ക്ക് സ്ത്രീധനം ഇപ്പൊ എന്താ പറഞ്ഞ? അടൂരിലെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ തന്തയ്ക്ക് സ്ത്രീധനം കുറെ നാളായി ഇത് തുടങ്ങിയിട്ട്. ഇന്നെനിക്ക് രണ്ടിലൊന്നറിയണം. ഇവനെ തടയണ്ട, അയച്ചുവിട്ടേക്ക്. ഇവന് കിട്ടാനുള്ളത് നമ്മളായിട്ട് മുടക്കണ്ട. കോൺഗ്രസ് നടത്തിയ അഴിമതികളെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പാലക്കാട് നഗര ജനത ഭാരതീയ ജനതാ പാർട്ടിക്ക് 28 കൗൺസിലർമാരെ നൽകിയത്. അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല, ഒന്നുമില്ല. ആരോടെങ്കിലും ഇതൊന്നും പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം കിട്ടണ്ടേ? പിന്നെ നാമകരണം, അത് ഞങ്ങൾ അധികാരത്തിലിരിക്കുന്നുണ്ടെങ്കിൽ ആരുടെ പേര് നൽകണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി തീരുമാനിക്കും. വെറുതെ ചിരിപ്പിക്കരുത്. ഒരു കള്ളൻ കുറെ നുണ പറയാനും നീയൊക്കെ അത് കേട്ട് വായും പൊളിച്ച് നിൽക്കാൻ. അതുകൊണ്ട് രാഹുലിന്റെയോ കോൺഗ്രസിന്റെയോ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ആവശ്യമില്ല. ശശിയെ എന്നാണ് ഈ പറയുന്നത്? ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി തുടങ്ങി അവരുടെ തള്ളയുടെയും തന്തയുടെയും പേരിൽ നിങ്ങൾ നാമകരണങ്ങൾ നടത്തുമ്പോൾ പൊതുവാൾജി എനിക്കിനെ ചോര കളക്കണ്ടട്ടാ. കൂൾ ഡൗൺ കാർബി, കൂൾ ഡൗൺ. നമുക്ക് പിന്നെ നിയമപരമായി തന്നെ ഒതുക്കാം. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇന്നാട്ടിലെ അധസ്ഥിത വിഭാഗങ്ങൾക്ക് വേണ്ടി പൊരുതിയിട്ടുള്ള, ഇന്നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി പടപൊരുതിയിട്ടുള്ള എങ്ങനെ എന്താ വിശ്വാസാവണില്ലേ? നിങ്ങൾ ആദ്യം ചെയ്ത് കാണിക്കുക, എന്നിട്ട് നമ്മൾ വിശ്വസിക്കാം. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. ഓരോ ദേശഭക്തന്റെയും പേരിൽ ഇതുപോലുള്ള സ്മാരകങ്ങളും വിദ്യാലയങ്ങളും പണി കഴിക്കുക തന്നെ ചെയ്യും. വെറും വാഗ്ദാനം കിട്ടുകയില്ല. അതുകൂടെ മനസ്സിലായില്ലേ? വരൂ. പത്തനംതിട്ടയിൽ നിന്ന് നിങ്ങൾ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ കാലുകുത്തണമെങ്കിൽ ഇവിടുത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാർ തീരുമാനിക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടം ഉണ്ടാവുമെന്ന്. എവിടെ ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. പാലക്കാട് MLA കാല് കുത്താൻ അനുവദിക്കില്ല എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ തുടർന്ന്. ഗൂഗിൾ ചെയ്ത് പാലക്കാട് മുനിസിപ്പാലിറ്റിയാ നോക്കുമ്പോ ഞാൻ കാല് കുത്തിയിട്ടുണ്ടല്ലോ അല്ലേ? അല്ലേ? അതിനകത്തൊരു ആക്കലുണ്ടല്ലോ. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. കാണാലോ അല്ലേ? അപ്പൊ കാല് കുത്തി തന്നെയാണ് നിൽക്കുന്നത്. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? ഈ കാലുള്ളിടത്തോളം കാലം ഈ കാല് കുത്തി RSSനെതിരെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും. ലക്ഷണം കണ്ട വാക്ക് നീ കടിച്ചു തൂങ്ങാതെ പ്ലീസ്. ഇനി അവരുടെ ഭീഷണി എന്താ? കാലെടുക്കുന്നല്ലേ? കാലെടുത്ത ഉള്ള ഉടല് കുത്തിയിട്ട് അവർക്കെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കും. സംസാരം നിർത്തണമെങ്കിൽ നാവറക്കേണ്ടി വരും. നാവറക്കിയാലും അവർക്കെതിരെ സംസാരിച്ചുകൊണ്ടേയിരിക്കും, പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. എന്തായാലും നിന്നെ ഇനി ഇവിടെ വെച്ച് പൊറിപ്പിക്കുന്ന പ്രശ്നമേ ഇല്ല. വരാൻ സമ്മതിക്കില്ല എന്നാണ് പറയുന്നത്. ട്രെയിന് വരാൻ ഈ പ്ലാറ്റ്ഫോം ടിക്കറ്റും റെയിൽവേ ടിക്കറ്റും ഒന്നും ഈ BJPയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നല്ല കൊടുക്കുന്നത്. BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് റെയിൽവേ ടിക്കറ്റോ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റോ ഒന്നും എടുക്കുന്ന ആളല്ല ഞാൻ. അതുകൊണ്ട് അത് എടുക്കുന്ന ആളുകളോട് മതി അത്രയും ഭീഷണിയൊക്കെ. ഇവൻ എന്നെ കൊണ്ട് പോകുള്ളൂ തോന്നുന്നു. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. ഇവിടെ പാലക്കാട്ടെ ജനത പാലക്കാടിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം നൽകി വിജയിപ്പിച്ചത് പാലക്കാട് കാലൂന്നി നിന്ന് പ്രവർത്തിക്കാനാണ്. ആ പ്രവർത്തനം തുടരുക തന്നെ ചെയ്യും. RSSനെതിരായിട്ടുള്ള പോരാട്ടം അതിശക്തമായ നിലയിൽ തുടരുക തന്നെ ചെയ്യും. മുതലും പലിശ ചേർത്ത് കിട്ടി. ഷാജിയേട്ടാ, നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ.